ഈ വീഡിയോ ഒരു ബിസിനസ് റിലേറ്റഡ് വീഡിയോ ആണ്. സോ ഞാൻ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ അബ്സല്യൂട്ട് സീറോയിൽ നിന്നിട്ട് ഒരു സക്സസ്ഫുൾ ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിരുന്നു കാണാൻ ശ്രമിക്കുക. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇറ്റ്സ് മീ നിതിൻ, യു ആർ വാച്ചിങ് ടെക്കർ. സോ നേരെ കാര്യത്തിലേക്ക് വരാം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് തിങ് എന്താണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ഐഡിയ. നിങ്ങൾക്കൊരു $1 ബില്യൺ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ അത് തന്നെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഐഡിയ തന്നെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ന് കാണുന്ന ഓരോ സക്സസ്ഫുൾ ബിസിനസ്സും ഇനീഷ്യൽ സ്റ്റേജിൽ വെറും ഒരു ഐഡിയ മാത്രമായിരുന്നു. സോ ഐഡിയ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിട്ട് കാര്യമില്ല. മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ട് വേണം നമ്മൾ ഐഡിയ ബിൽഡ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇവിടെ ഒരു ഫ്രാഞ്ചൈസി, ഒരു ടീ ഷോപ്പിൻ്റെ ഫ്രാഞ്ചൈസീസ് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിപ്പോയി തുടങ്ങാൻ പറ്റില്ല. അത് എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ഐഡിയ വേണം. സോ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ട്, ആ ഐഡിയ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് റൈറ്റ് ഡൗൺ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 50% നമ്മൾ ഒബ്സ്റ്റാക്കിൾ മറികടന്നു എന്ന് വേണമെങ്കിൽ പറയാം. സോ ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞു ഐഡിയ ആണെന്ന്. സോ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു ഐഡിയ, നമ്മൾക്ക് $1 ബില്യൺ ഐഡിയ ഉണ്ട്, ശരിയായ രീതിയിൽ റിസർച്ച് നടത്തിയില്ല, നമ്മുടെ കോമ്പറ്റീറ്ററിനെ അനലൈസ് ചെയ്യാതെ ഇരുന്നിട്ട് ആ ഐഡിയ ഒരു ബിസിനസ് മോഡലായിട്ട് കൺവേർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് കോമ്പറ്റീഷൻ്റെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. സോ നിങ്ങൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്യണത്? നമുക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഫൈൻഡ് ചെയ്യാനും കോമ്പറ്റീറ്റേഴ്സിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനും എല്ലാം ഒരുപാട് റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഒന്നും പറ്റിയില്ലെങ്കിൽ ഡയറക്റ്റ് പോവുക. ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ ഡയറക്റ്റ് പോവുക, അവിടുത്തെ ഒരു നല്ലൊരു ഡിഷ് ഓർഡർ ചെയ്ത് കഴിക്കുക മാത്രമല്ല, നമ്മുടെ ഫസ്റ്റ് മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുൾ അനലൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടായിരിക്കണം പോകുന്നത്. ഓക്കെ, അവരെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഒരു ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവരുടെ കുക്കിങ്ങിലായാലും ഫുഡ് പ്രസൻറ്റേഷനിലായാലും റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ, ആംബിയൻസ്, ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ കേസിൽ എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ റിസർച്ചിലൂടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട്, അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ അത് വെച്ചിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആവുള്ളൂ. സോ സെക്കൻഡ് തിങ് is important, research. So do your research. തേർഡ് ടിപ്പ് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ എക്സിക്യൂട്ട്. റിസർച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ സക്സസ്ഫുൾ ആകും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് എക്സിക്യൂട്ട്, ദാറ്റ്സ് ഇറ്റ്. സോ എല്ലാ പ്ലാറ്റ്ഫോമിലും ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. എല്ലാ പ്ലാറ്റ്ഫോമിലും, ഈവൻ വെബ്സൈറ്റ് ആയാലും സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ എന്ന വേണ്ട എല്ലാ സകല സോഷ്യൽ മീഡിയാസിലും നിങ്ങൾ ബ്രാൻഡിൻ്റെ നെയിം വെച്ചിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിടുക. സോ എക്സിക്യൂട്ടിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ലീഗൽ ഇഷ്യൂസ് അത് ഓപ്ഷണലാണ്, പേഴ്സണൽ ഒപ്പീനിയനാണ്. ലീഗൽ കാര്യങ്ങളെല്ലാം ഓപ്ഷണലാണ്. സോ ഒരു വലിയ ബിസിനസ്സിൻ്റെ കേസിൽ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം. ബട്ട് ഒരു ചെറിയ രീതിയിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ്സൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചാൽ ലീഗൽ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട. ഓക്കെ, ഫുഡ് റിലേറ്റഡ് ബിസിനസ്സൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ലീഗൽ ഇഷ്യൂസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ലൈക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വിൽക്കാനുള്ള ലൈസൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പിന്നെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുക, അതിലൊന്നും ഫോക്കസ് ചെയ്യാതിരിക്കുക. എന്താണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ആക്ച്വലി ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, നമ്മൾ അബ്സല്യൂട്ട് സീറോയിൽ നിന്നിട്ടാണ് തുടങ്ങുന്നത്, സ്ക്രാച്ചിൽ നിന്നിട്ടാണ് തുടങ്ങുന്നത്. സോ സെർട്ടൻ എമൗണ്ട് നമ്മൾ ലീഗലായിട്ടുള്ള പർപ്പസിന് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ലോസ് ആണ്. കാരണം നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. സോ ഇനി അതൊരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു ഓക്കെ. ബട്ട് നിങ്ങൾ തുടങ്ങിയിട്ടില്ല, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആകാൻ തുടങ്ങിയിട്ടില്ല. സോ എന്തിനാണ് ഈ ലീഗൽ പ്രൊസീജിയേഴ്സിൻ്റെ പിന്നാലെ നടന്ന് ടൈം വേസ്റ്റ് ചെയ്യണത്, ക്യാഷ് വേസ്റ്റ് ചെയ്യണത്? സോ മെയിൻലി ഫോക്കസ് ഓൺ നിങ്ങളുടെ ബ്രാൻഡിന് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
സോ നിങ്ങൾക്ക് ഈ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. സോ ഒരു ബ്രാൻഡിങ് ലെവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആയാലും ഏത് ബിസിനസ് ആയാലും ഒരു ബ്രാൻഡായിട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സോ എക്സിക്യൂഷനിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. സോ രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല എന്നല്ല, ഒരു ഐഡൻറ്റിറ്റി, ഒരു റെപ്യൂട്ടേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ നല്ലത് തന്നെയാണ്. സോ എക്സിക്യൂഷൻ നമ്മൾ കഴിഞ്ഞു. സോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ മാർക്കറ്റിംഗ്. ഫസ്റ്റ് നമ്മൾ ഒരു $1 ബില്യൺ ഐഡിയനെ ചൂസ് ചെയ്തു, ദെൻ റിസർച്ച് ചെയ്തു, ദെൻ എക്സിക്യൂട്ട് ചെയ്തു, അതിനിപ്പോൾ ഒരു ഫിസിക്കൽ ഫോമിലാക്കി മാറ്റിയിട്ടുണ്ട്. സോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ മാർക്കറ്റിംഗ്. സോ മാർക്കറ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ബിസിനസ് ആളുകളിലേക്ക് എത്തിയാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ, നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട് വരുള്ളൂ. സോ മാർക്കറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മാർക്കറ്റിങ്ങിന് ആദ്യം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ബട്ട് അത് ഒരു ഇഷ്യൂ ആയിട്ട് കാണണ്ട. അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള എമൗണ്ട് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ബട്ട് ആളുകൾ നോട്ടീസ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ പോരാ, നിങ്ങളുടെ ബ്രാൻഡിനെയും കൂടി ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ടീഷർട്ടിൽ നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ലോഗോ ഒക്കെ പ്രിൻ്റ് ചെയ്തിട്ട് അത് ഇട്ടിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആളുകൾ നോട്ടീസ് ചെയ്യണ്ടോ അവിടെയായിരിക്കും ക്യാഷ് വരിക. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ബിസിനസ് മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ബിസിനസ് ഒരു റെസ്റ്റോറൻ്റ് ആണ്, അപ്പോൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം, ഓർ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ സെൻ്ററാണ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സോ ഏത് ടൈപ്പ് മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക്വയറീസ് വല്ലതുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. സോ മാർക്കറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയാൻ കാരണം ഡെയിലി കോമ്പറ്റീഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ. നല്ലൊരു ഐഡിയ ആണ്, നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്, ബട്ട് മാർക്കറ്റിങ്ങിൽ ഡ്രോപ്പ് ആകുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ തീർന്നില്ലേ. ഐഡിയ, റിസർച്ച്, എക്സിക്യൂഷൻ, പിന്നെ മാർക്കറ്റിംഗ്, ഈ 4 നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് സെല്ല് ചെയ്യുന്ന ബ്രാൻഡാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യണം. B2B ബ്രാൻഡാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യണം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, അതാണ് ഇനി അടുത്ത പോയിൻ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്മുടെ ഫൈനൽ ടിപ്പ് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നെറ്റ്വർക്കിംഗ്. സോ നെറ്റ്വർക്കിംഗ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നെറ്റ്വർക്കിംഗ് എന്താണെന്ന്. B2B ബ്രാൻഡൊക്കെ ആണെന്ന് പറഞ്ഞു വെച്ചാൽ റെഫറൽസ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ വേർഡ് ഓഫ് മൗത്തിൽ കൂടെ എത്തുന്ന ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വേറെ ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കും എത്താൻ പറ്റാത്ത ഒന്നാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ബിസിനസ് പേഴ്സൺസിൻ്റെ മെൻറ്ററിങ് നമുക്ക് കിട്ടും. അത് തന്നെയാണ് ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ ബിസിനസ് പേഴ്സൺസിൻ്റെ ഇടയിൽ തന്നെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മുടെ ഫേമിനെ കൊണ്ടുപോകണം. സോ അതിന് നമുക്ക് ഫണ്ട് റേസ് ചെയ്യണം. സോ ഒരുപാട് കാലം ബിസിനസ് ഫീൽഡിലുള്ള ആളുകളുടെ എക്സ്പീരിയൻസിൽ നിന്നിട്ട് നമുക്ക് പലതും പഠിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ഈ നെറ്റ്വർക്കിങ്ങിലൂടെ നമുക്ക് കിട്ടുക. ദാറ്റ്സ് ഇറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അബ്സല്യൂട്ട് സീറോയിൽ നിന്നിട്ട് ഒരു സക്സസ്ഫുൾ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, ഒരു $1 ബില്യൺ ഐഡിയ വേണം. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങൾ റിസർച്ച്, നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം. ആ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നല്ല ഒരു ധാരണ നിങ്ങൾക്ക് വേണം. സോ ഡു യുവർ റിസർച്ച്. തേർഡ് തിങ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുക. സോ ഒരു ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സോ ഫോർത്ത് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ്. സോ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി നല്ല രീതിയിൽ അതിന് മാർക്കറ്റ് ചെയ്യുക. സോ ഫ്രീ ആയി കിട്ടുന്ന ഒരു ചാൻസ് പോലും നമ്മൾ പാഴാക്കാൻ പറ്റില്ല. മാക്സിമം നമ്മുടെ ബ്രാൻഡിനെ ആളുകളിലേക്ക് എത്തിക്കുക. ദെൻ ഫിഫ്ത്ത് എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻ കൂട്ടും, റെഫറൽസ് ഒരുപാട് കിട്ടും, ഒരുപാട് മെൻറ്റേഴ്സിന് കിട്ടും. പയ്യെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്.
സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബിസിനസ് എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യാം, അബ്സല്യൂട്ട് സീറോ എന്നിട്ട് എങ്ങനെ ഒരു ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള 5 ടിപ്പ് ഞാൻ പറഞ്ഞു. സോ ഇത് ഫോളോ ചെയ്തിട്ട് ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് എക്സിക്യൂഷൻ സ്റ്റേജിലും മാർക്കറ്റിങ്ങിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു ചോദിച്ചാൽ ഡയറക്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ബ്രാൻഡിങ്ങിലും മാർക്കറ്റിങ്ങിലും സർവീസ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ നിതിൻ. യു ആർ വാച്ചിങ് ടെക്കർ.